നാട്ടിലിറങ്ങി വിലസിയതോടെ വനപാലകർ വനത്തിൽ കയറ്റിവിട്ട കാട്ടാന മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും നാട്ടിലിറങ്ങി. ഈ പിടിയാന വ്യാഴാഴ്ച രാവിലെ പടിപ്പാറയിലെ പൈനാപ്പിൾ തോട്ടത്തിൽ നിൽക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. പിന്നീട് വനപാലകരെത്തി ആനയെ വനത്തിലേക്ക് തുരത്തി. ആനയ്ക്ക് രോഗബാധയുള്ളതായുള്ള സംശയം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞു. പതിവായി നാട്ടിലെത്തുന്ന ആനയുടെ കാര്യത്തിൽ വനപാലകർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഏതാനും ദിവസങ്ങളായി പകൽ സമയത്തുൾപ്പെടെ ജനവാസ മേഖലകളിലെ സാന്നിധ്യമായ പിടിയാനയെ വ്യാഴാഴ്ച രാവിലെ കണ്ടത് വേട്ടാമ്പാറ പടിപ്പാറയിലെ പൈനാപ്പിൾ തോട്ടത്തിലാണ്. രാവിലെ 7 മണിയോടെയാണ് നാട്ടുകാർ ആനയെ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ശാന്ത സ്വഭാവത്തിൽ തന്നെയായിരുന്നു ആന. പിന്നീട് വനപാലകരെത്തി ആനയെ വനത്തിലേക്ക് തുരത്തി. ചൊവ്വാഴ്ച രാവിലെ ഈ ആന കോട്ടപ്പടി മുട്ടത്തുപാറയിലായിരുന്നു. അവിടെ നിന്ന് കാടുകയറിയ ആനയെ പിന്നീട് കാണുന്നത് ബുധനാഴ്ച വൈകുന്നേരം മാലിപ്പാറ കുളങ്ങാട്ടുകുഴി റോഡിലാണ്. മണിക്കൂറുകളോളം ഈ മേഖലയിൽ തമ്പടിച്ച ആനയെ വനപാലകർ രാത്രി 8 മണിയോടെ കോട്ടപ്പാറ പ്ലാന്റേഷനിലേക്ക് കയറ്റിവിട്ടതായാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. എന്നാൽ ഇരുട്ടി വെളുത്തപ്പോൾ ആന വീണ്ടും ജനവാസ മേഖലയിലെത്തുകയായിരുന്നു. സ്ഥിരം നാട്ടിലിറങ്ങുന്ന ആനയാണെന്ന് അറിയാമായിരുന്നിട്ടുകൂടി നിരീക്ഷണത്തിന് നടപടിയുണ്ടായില്ല. കിലോമീറ്ററുകൾ താണ്ടി ജനവാസ മേഖലകൾ കടന്ന് ആന പടിപ്പാറയിലെത്തിയത് രാത്രി മുഴുവൻ കാവലുണ്ടെന്ന് അവകാശപ്പെടുന്ന RRT അറിഞ്ഞതുപോലുമില്ല. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളോ വഴിയാത്രക്കാരോ റോഡിലൂടെ കടന്നുപോയ ആനയുടെ മുമ്പിൽപ്പെടാതിരുന്നതിനാലാണ് അപകടം ഒഴിവായത്. ഈ ആനയ്ക്ക് രോഗബാധയോ പരിക്കോ ഉണ്ടെന്ന സംശയം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തള്ളിക്കളയുകയാണ്. ആന പൂർണ്ണ ആരോഗ്യവതിയാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. എന്നാൽ ഇക്കാര്യത്തിൽ സംശയമുന്നയിക്കുന്നവർ നിരവധിയാണ്. രോഗബാധയുണ്ടെന്ന് കണ്ടെത്തിയാലുണ്ടാകുന്ന പൊല്ലാപ്പ് ഒഴിവാക്കാനാണ് ഉദ്യോഗസ്ഥർ മറിച്ചുള്ള നിലപാട് സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.